നമസ്കാരം. അങ്കമാലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. നല്ല മഴയാണ് കേട്ടോ. തൃശ്ശൂരൊക്കെ ഗംഭീര മഴയാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും മോഹൻലാൽ എന്ന നമ്മുടെ ലാലേട്ടനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. കത്തനാർ എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമിയോ അപ്പിയറൻസ് ഉണ്ടായിരിക്കുമെന്നുള്ള ചെറിയ ഒരു ബൂമറാങ് പോലെ ചില വാക്കുകൾ അവിടെ ഇവിടേക്ക് പൊന്തി വരുന്നുണ്ട്. ഏതായാലും അത് എത്രത്തോളം ഗസ്സിങ്സ് എത്രത്തോളം ശരിയാവുമെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു അപ്പിയറൻസ് ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത കാര്യമല്ല. ഇത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ എഴുതി വെച്ചിരുന്ന കാര്യമാണെന്നാണ് പറയുന്നത്. മുൻകൂട്ടി തന്നെ പറഞ്ഞു വെച്ചിരുന്നു. അതുപോലെ ഈ പറഞ്ഞ കത്തനാരും ബബ്ബബ്ബ അതുപോലെ ജയിലർ 2 ഈ പറഞ്ഞ 3 സിനിമകളിൽ സ്പെഷ്യൽ ക്യാമിയോ അപ്പിയറൻസ് ലാലേട്ടൻ്റെ ഉണ്ടായിരിക്കും. ലാലേട്ടൻ്റെ ഇത് കുറച്ച് കാലമായിട്ട് തന്നെ ഇത്തരം സിനിമകളിൽ ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്യുന്ന രീതികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ വരുന്ന ഗസ്റ്റ് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ലെവലാണ്. കാരണം നമുക്ക് ജയിലറിൽ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ കായംകുളം കൊച്ചുണ്ണിയിൽ നമ്മൾ കണ്ടതാണ്. കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമ ഒന്ന് ഇരുന്ന് പോയപ്പോൾ ആ സിനിമയെ അത്യാവശ്യം ലിഫ്റ്റപ്പ് ചെയ്തത് ലാലേട്ടൻ്റെ ഒറ്റ മികവുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയിൽ നിവിൻ പോളി എങ്ങനെയാണോ പെർഫോം ചെയ്ത് ആ സിനിമയെ ലിഫ്റ്റ് ചെയ്തത്, അതിൻ്റെ ഒരു ഡബിൾ ഇമ്പാക്റ്റ് ആയിരുന്നു നിവിൻ പോളിയുടെ തന്നെ ഈ കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയിൽ ലാലേട്ടൻ്റെ ഒരു സ്പെഷ്യൽ ക്യാമിയോ അപ്പിയറൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തത്. ചിത്രം ഒരു 100 കോടി ക്ലബിലൊക്കെ മൊത്തത്തിലുള്ള ടോട്ടൽ കളക്ഷനിലും ബിസിനസ്സിനുമൊക്കെ ആയിട്ടന്ന് കയറി എന്നാണ് സിനിമയുടെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. അതിൻ്റെ പോസ്റ്ററുകളൊക്കെ ആ കാലഘട്ടത്തിൽ വന്നിരുന്നു. ഔദ്യോഗികപരമായിട്ടത് എത്രത്തോളം വാസ്തവമുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ടോട്ടൽ ബിസിനസ് ഒരു പക്ഷേ ആ സിനിമയ്ക്ക് 100 കോടി ഉണ്ടായിരിക്കാം എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാലേട്ടൻ സംബരൻ ബദ്രഹമിലൊക്കെ വന്ന് തകർത്താടിയതുപോലെ പെരുവണ്ണാപുരത്തിലും അദ്ദേഹം ഒരു ഗംഭീര റോളാണ് കാഴ്ചവെച്ചത്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം അദ്ദേഹത്തിൻ്റെ നിരഞ്ജൻ എന്ന കഥാപാത്രത്തെയാണ്. ജയിലറിലെ കഥാപാത്രത്തെ എല്ലാവരും വാഴ്ത്തി പാടുന്നുണ്ട്. മാസിൻ്റെ രീതിയാണ് തേങ്ങ മാങ്ങ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിരഞ്ജൻ എന്ന കഥാപാത്രം അദ്ദേഹം അഭിനയിച്ച് ഒരു ഗസ്റ്റ് അപ്പിയറൻസിലൂടെ വന്ന് അത് തൻ്റെ പേരിലേക്ക് ആ സിനിമയെ മാറ്റുന്നത് നമ്മൾ കണ്ടതാണ്. നമുക്ക് കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ മമ്മൂക്ക എങ്ങനെയാണോ തൻ്റെ പേരിലേക്ക് ആ സിനിമ മാറ്റിയത്, അതുപോലെ തന്നെയായിരുന്നു സംബരൻ ബദ്രഹം എന്ന സിനിമ മറ്റ് 2 സൂപ്പർ സ്റ്റാറുകൾ നായകനായിട്ട് അഭിനയിച്ച സിനിമയായിട്ട് പോലും സ്വന്തമാക്കുന്നത് നമ്മൾ കണ്ടത്. ലാലേട്ടൻ്റെ പേരിൽ അത് അറിയപ്പെടുന്നത് കണ്ടത്. ആദ്യം സിനിമ റിലീസായപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു ലാലേട്ടൻ സിനിമയിലുണ്ടെന്ന്. പക്ഷേ പിന്നീട് അത് നമുക്ക് മനസ്സിലാവുകയായിരുന്നു. അതുപോലെ ബബ്ബബ്ബ എന്ന സിനിമ വരാനിരിക്കുന്നു. ദിലീപിൻ്റെ സിനിമയാണ്. ദിലീപേട്ടനും ലാലേട്ടനും കൂടി തകർത്ത് വാരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ജയിലറിലും നമ്മൾ വലിയ പ്രതീക്ഷകളാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കാരണം ജയിലർ 1-ാം ഭാഗത്തിൽ തന്നെ നമുക്കറിയാം. ജയിലർ 2-ാം ഭാഗത്തിൽ എന്തായിരിക്കും എന്നൊക്കെ കാത്തിരുന്ന് കാണാം. ലാലേട്ടൻ്റെ ഗംഭീര ക്യാമിയോ റെഫറൻസുകൾ ഇനിയും ഉണ്ടാകട്ടെ.